നമസ്കാരം, സുധീഷ് ചെമ്പകശ്ശേരിയാണ്. ഇപ്പൊ ഞാൻ എന്നുള്ളത് ആയിരമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് കേട്ടോ. ഇത് പാലക്കാട് ജില്ലയില് പാലക്കാട് ചെർപ്പളശ്ശേരി റൂട്ടില് കടമ്പഴിപ്പുറം ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ ഒരു 4 കിലോമീറ്ററോളം ദൂരമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത്. അപ്പോൾ എന്തായാലും ഒരുപാട് ചരിത്രവും ഐതിഹ്യവും ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുള്ള അനുഭവങ്ങളുള്ള ഒരു ക്ഷേത്രമാണിത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. അപ്പോൾ എന്തായാലും ഇതിന്റെ ചരിത്രവും ഐതിഹ്യവും കാര്യങ്ങളൊക്കെ പറയാൻ ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിയിലെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ യൂട്യൂബിലാണ് നിങ്ങൾ സുധീഷ് ചെമ്പകശ്ശേരി വ്ളോഗ്സ് മീഡിയ എന്ന് അടിച്ചാൽ യൂട്യൂബിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കിട്ടും. യൂട്യൂബിലാണ് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക വീഡിയോ. അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മൾ അറിയപ്പെടാത്ത ദേശങ്ങളിലേക്കും അറിയപ്പെടാത്ത ആളുകളിലേക്കൊക്കെ ഈ ക്ഷേത്രം എത്തട്ടെ. അപ്പൊ നമുക്ക് ഇതിന്റെ ചരിത്രം ഐതിഹ്യം കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ആളുകളോട് ചോദിക്കാം കേട്ടോ. ചതുർബാഹുവായിട്ട് ഭക്തരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആയിരമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമാണ് ഇത്. നമുക്ക് കൃത്യമായ രേഖകളൊന്നും ലഭ്യമല്ല എങ്കിലും വാമൊഴിയിലൂടെ നൂറ്റാണ്ടുകളുടെ പഴക്കമാണ് ഈ ക്ഷേത്രത്തിന് പറയപ്പെടുന്നത്. കോഴിക്കോട് സാമൂതിരിയുടെ കൈവശത്തിലുണ്ടായിരുന്നതാണ് എന്നാണ് നമുക്കെല്ലാം പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ്. ഇത് സംബന്ധിച്ച് ഞങ്ങൾ ഈ ക്ഷേത്ര പുനരുദ്ധാരണ സമയത്ത് കോഴിക്കോട് നമ്മൾ സാമൂതിരിയുമായി ബന്ധപ്പെടുകയും കോവിലകത്ത് പോയി രേഖകളെല്ലാം മറ്റു പരിശോധിച്ചു. അവസാനം അവരത് കമ്മിറ്റിക്ക് എഴുതി തരാണ് ഉണ്ടായത്. ഇപ്പം നിലവിൽ ഞങ്ങളിവിടെ പ്രദേശവാസികളായ ഭക്തരെല്ലാവരും കൂടി ഒരു കമ്മിറ്റി രൂപീകരിച്ചാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. 1990 കാലഘട്ടങ്ങളിലാണ് 90 വരെ ഈ ക്ഷേത്രം പൂജ അതികർമ്മങ്ങളെല്ലാം മുടങ്ങി അതിന്റെ പ്രധാന ബിംബം വരെ ശിഥിലീകരിച്ച് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ചുറ്റമ്പലമോ അല്ലെങ്കിൽ ബലിക്കല്ലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ക്ഷേത്രത്തിലെ ശ്രീകോവിൽ വരെ നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് 90 കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ പൂർവികരെ, ഈ നിൽക്കുന്ന ഞങ്ങളുടെ എല്ലാം പൂർവികരുടെ ഫലമായിട്ട് ക്ഷേത്രം ഒരു താൽക്കാലിക ക്ഷേത്രമായി പണിതുയർത്തി ഒരു 90 അങ്ങനെ പൂജാകാര്യ നിത്യനിദാന കർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. പിന്നീട് ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവര് വീണ്ടും ഒരു പുനരുദ്ധാരണം കൂടി നടത്താനുള്ള ശ്രമം ആരംഭിക്കുകയും അതിന്റെ ഫലമായിട്ട് പുനഃപ്രതിഷ്ഠ നടത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തി. പുനഃപ്രതിഷ്ഠ നടത്തുന്നതോടൊപ്പം ചുറ്റമ്പലം 4 അമ്പലം കൂടി പണിതുയർത്തുകയാണ് ഉണ്ടായത്. വളരെ ഐക്യത്തോടു കൂടി ഉള്ളൊരു സമിതി കമ്മിറ്റിയാണ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശവാസികളായ എല്ലാ ഭക്തന്മാരുടെയും സഹകരണത്തോടു കൂടി മാത്രമാണ് ഇതെല്ലാം ചെയ്തു തീർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ വന്ന് ഭക്തരെ അനുഗ്രഹിച്ച് കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ നിന്നാണ് വായില്ലാങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ വടക്കൻപൂരം ഈ ക്ഷേത്ര സന്നിധിയിൽ നിന്നാണ് പുറപ്പെടുന്നത്. നമുക്ക് വ്യക്തമായ രേഖകളില്ലെങ്കിലും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ക്ഷേത്രം എന്നുള്ള നിലയിൽ നമ്മളെല്ലാം പിതാമഹന്മാര് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ ശക്തിയുള്ള ഒരു ദൈവമായിട്ടാണ് ഇത് നമുക്ക് അനുഭവപ്പെടുന്നത്, പറഞ്ഞു കേട്ടിട്ടുള്ളത്. നിലവില് ഉള്ള പൂജാധികാരികളും കർമ്മങ്ങളെല്ലാം വളരെ ചിട്ടയോടുകൂടിയാണ് ക്ഷേത്രത്തിൽ നടന്നു വരുന്നത്. അത്രയും പറയുന്നു. ഞാൻ ശങ്കരനാരായണൻ, ഈ ക്ഷേത്രത്തിലെ കമ്മിറ്റിയിലെ ഒരു മെമ്പറാണ്. ഈ ക്ഷേത്ര ഐതിഹ്യങ്ങൾ, അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ പണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു കുളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുളത്തിൽ നിന്നും ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തെ ധിക്കരിച്ചുകൊണ്ട് ഒരു വ്യക്തി ക്ഷേത്രക്കുളത്തിൽ നിന്ന് മത്സ്യം പിടിക്കുകയും ആ മത്സ്യം പിടിച്ച് അദ്ദേഹം അതിനെ പാകം ചെയ്യുന്ന സമയത്ത് അത് രക്തമായി മാറി എന്നുള്ള ഒരു കാര്യം
ഞങ്ങൾ കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു ചെത്തു തൊഴിലാളിയായിരുന്ന കുടുംബത്തിലെ ഒരു സ്ത്രീ ചെത്തി കിട്ടിയ കള്ള് ഷാപ്പിലേക്ക് കൊണ്ടുപോകുന്ന വഴി അന്ന് ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞ് ജീർണാവസ്ഥയിൽ കിടക്കുന്ന സമയമായിരുന്നു. ക്ഷേത്രത്തിൻ്റെ ആലിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുകയും തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കുട്ടി കിടക്കുന്ന പോലെ തോന്നുകയും പിന്നെ കുറച്ചപ്പുറത്ത് പോയി മാറി നോക്കിയപ്പോൾ അവിടെ കുട്ടി അപ്രത്യക്ഷമായിരിക്കും. അപ്പോൾ അവര് അതിൽ നിന്ന് ഭയപ്പാടോടുകൂടെ അവർക്ക് അതിൽ നിന്നൊരു ഷോക്ക് അവർക്കുണ്ടാവുകയും അവരൊരു പ്രത്യേക അവസ്ഥയിലേക്ക് വരികയുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ക്ഷേത്രത്തിൻ്റെ പ്രോപ്പർട്ടീസ് മുതൽ കൈയടക്കി അത് ഉപഭോഗിച്ചവർക്ക് അവരുടെ വീട്ടിൽ, അതായത് അവരുടെ വീട്ടിൽ അഭിവൃദ്ധിക്ക് പകരം അവർ നിരന്തരം അവർ ദാരിദ്ര്യത്തിലേക്ക് വീഴുന്നതായിട്ടുള്ള ദൃഷ്ടാന്തവും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്ഷേത്രം 2012 നവീകരണം നടത്തി പുനഃപ്രതിഷ്ഠ, ഭഗവാന് പുതിയ വിഗ്രഹം എല്ലാം കൊണ്ടുവന്ന് പുനഃപ്രതിഷ്ഠ നടത്തിയത്. അതിനു മുമ്പ് വിഗ്രഹം എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ രീതിയിൽ ക്ഷേത്രത്തിൻ്റെ കിണറ്റിൽ തന്നെ കിടക്കുകയായിരുന്നു. അത് എല്ലാം ഒഴിവാക്കി 2012 ഇവിടെ പുനഃപ്രതിഷ്ഠ ഉണ്ടായത്. 92 പുനഃപ്രതിഷ്ഠ ഉണ്ടായി. എന്നാലും ക്ഷേത്രം മുഴുവനായിട്ടുണ്ടായിരുന്നില്ല. വെറും ശ്രീകോവിലും ഒരു നമസ്കാര മണ്ഡപവും മാത്രമായിരുന്നു. പൂജാതി കർമ്മങ്ങൾ ആരംഭിച്ചു. 2 നേരം പൂജ ഉണ്ടായിരുന്നില്ല, 1 നേരം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിന് ഈ നാട്ടിലെ ഭക്തജനങ്ങളെല്ലാം കൂടി ഒരു നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഭക്തജനങ്ങളും കൂടി പുനഃപ്രതിഷ്ഠ രണ്ടാമത് ക്ഷേത്ര ശ്രീകോവിലും ചുറ്റമ്പലവും നമസ്കാര മണ്ഡപവും എല്ലാം കൂടി ചേർന്ന ഒരു ക്ഷേത്ര രീതിയിലേക്ക് മാറ്റിയിട്ട് 2012 അത് പുനഃപ്രതിഷ്ഠ നടന്നത്. ഞാൻ സുബ്രഹ്മണ്യൻ, ക്ഷേത്ര കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. നമ്മുടെ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിലെ മകരമാസത്തിലെ രോഹിണി നാൾക്കാണ് പ്രതിഷ്ഠാ ദിനം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഇവിടെ 10 ദിവസമായി ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിലെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ദശാവതാര ചാർത്ത്, അരച്ച ചന്ദനം കൊണ്ട് ദശാവതാര ചാർത്ത് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് ഭക്തജനങ്ങളുടെ സഹകരണത്തോടു കൂടി മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഭാഗവത സപ്താഹ യജ്ഞം തുടക്കം മുതൽ ഉണ്ടായിരുന്നു. ഇന്നലെയാണ് ഇവിടെ അത് സമാപിച്ചത്. 28-ാം തീയതിയോട് കൂടിയിട്ട് ഈ ഇപ്രാവശ്യത്തെ ഈ പ്രതിഷ്ഠാദിന ഉത്സവം സമാപിക്കും. നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഇപ്രാവശ്യം ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഈ ക്ഷേത്രത്തിനൊരു കൊടിമരം വേണം എന്നുള്ളത് ഭക്തജനങ്ങളുടെ ഒരു നിരന്തരമായ ഒരു ആവശ്യമായിരുന്നു. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഒരു ഭക്തൻ അത് നമുക്ക് സൗജന്യമായി ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുകയും 2024 മെയ് മാസം 5-ാം തീയതി മരം നമ്മൾ മുറിച്ച് ഇവിടെ ക്ഷേത്രത്തിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാസം ജനുവരി 19-ാം തീയതി നമ്മൾ അതിൻ്റെ എല്ലാ പണികളും കഴിച്ച് തൈലാദിവാസത്തിലേക്ക് കടത്തിയിറക്കുകയാണ്. അടുത്ത 2027 ഏപ്രിൽ മെയ് മാസത്തോട് കൂടിയിട്ട് നമുക്ക് ഈ കൊടിമരം ഇവിടെ സ്ഥാപിക്കണം എന്നുള്ള ഒരു തീരുമാനം ഭക്തജനങ്ങളായിട്ട് എല്ലാവരും കൂടി എടുത്തിട്ടുണ്ട്. ഒപ്പം ക്ഷേത്ര നവീകരണത്തിൻ്റെ ഭാഗമായി ഒരു നല്ല രീതിയിലുള്ള ഒരു ആനക്കൊട്ടിലും ഈ ക്ഷേത്രത്തിന് അശുദ്ധിയൊന്നും ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടി ഒരു ചുറ്റുമതിലും, ഒപ്പം
ഭഗവാന് ആറാടാൻ വേണ്ടി ഒരു ആറാട്ടുകുളവും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഭഗവാന്റെ ഇച്ഛപ്രകാരം നടക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങളെല്ലാവരും നടക്കുന്നത്. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ മതി, പക്ഷേ ഒപ്പം നടക്കാൻ ഭഗവാൻ മുമ്പിലുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഒരു ക്രിസ്തുമത വിശ്വാസി നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്ക്, ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് ഒരു 31 സെൻറ്റോളം സ്ഥലം സൗജന്യമായി തരികയും ക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവൃത്തികൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ സ്ഥലത്തിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഡിറ്റോറിയം പോലെ കെട്ടി നമ്മുടെ ക്ഷേത്ര കലകളെയൊക്കെ പരിപോഷിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അതിനുവേണ്ടിയുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിലെ ഒരു പുതിയ ആൽമരത്തയ്യ് നടുന്നതിന് വേണ്ടിയിട്ട് ഈ 28-ാം തീയതി അതിനുള്ള ഒരു ഇതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ ആൽമരം ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്, തയ്യ്. അപ്പോൾ അതും ഈ 28-ാം തീയതിയോട് കൂടിയിട്ട് നമ്മൾ ഇവിടെ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വരുന്ന ഈ വലിയ ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് ഞങ്ങൾ കമ്മിറ്റിക്കാരുടെ അടുത്ത് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ക്ഷേത്രത്തിൻ്റെ ഈ വലിയ ഒരു പുനരുദ്ധാരണ ചടങ്ങിൽ എല്ലാവരെയും പങ്കാളിത്തം ഉണ്ടാവണമെന്നാണ് ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി എന്നുള്ള രീതിയിൽ എനിക്ക് പറയുവാനുള്ളത്. നന്ദി. ഹരി ഓം. എൻ്റെ പേര് സുധ. ഞാൻ ക്ഷേത്രത്തിലെ മാതൃസമിതി പ്രസിഡൻ്റായിട്ടാണ് ഇപ്പോൾ ചാർജ് എനിക്കുള്ളത്. എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വർഷങ്ങളായി നമ്മളിവിടെ എല്ലാ കാര്യങ്ങളിലും ഭഗവാന് സേവനം അനുഷ്ഠിച്ച് വരികയാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞ് 1992 ഡിസംബർ 5-നായിരുന്നു. അതിനുശേഷം ഉള്ള ഇവിടുത്തെ ക്ഷേത്രമായിട്ടുള്ള ബന്ധം അന്ന് തൊട്ടുള്ളതാണ്. നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു വലിയ ഒരു ഇപ്പോൾ ഉള്ള വളർച്ച, അന്ന് തൊട്ട് ഇത്രയും വർഷങ്ങളുള്ള 34 വർഷമായിട്ടുള്ള ആ വളർച്ച ഒരു വലിയൊരു ജീവിതത്തിലെ ഒരു അനുഭവമായിട്ട് തന്നെയാണ്. നമുക്ക് ഇതിനൊരുള്ള ഒരു മഹാഭാഗ്യം കിട്ടിയത് ഇവിടുത്തെ ഐരമംഗലത്തെ അപ്പൻ്റെ അനുഗ്രഹം തന്നെയാണ്. നമുക്ക് ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ സന്ദർഭങ്ങളാണ്. എന്തായാലും ഭഗവാൻ ഇനിയും വലിയ ഉയർച്ചയിലേക്ക് തന്നെയാണ് ഈ ക്ഷേത്രം പൂർവ്വസ്ഥിതിയിൽ എത്താനുള്ള ഒരു ശക്തിയായ ഒരു എല്ലാവരുടെയും നമ്മുടെ ഈ ഗ്രാമത്തിന്റെ മൊത്തമുള്ള ഒരു എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഈ ക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് ഈ വർഷം. കൂടുതൽ ഒരു ശക്തി എന്തായാലും അത് ആ ഭഗവാന്റെ ഓരോ വർഷവും കഴിയും തോറും കൂടുതൽ ചൈതന്യവും ശക്തിയും ഇവിടേക്ക് പകർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് നമ്മുടെ പൂജാരി 2008-ലാണ് നമുക്ക് ഇതിനുള്ള ഒരു പുതിയ ഈ ചുറ്റമ്പലം വരാനുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്താ വെച്ചാൽ അതുവരേക്ക് നമുക്ക് ഈ ക്ഷേത്രത്തില് പൂജകളൊന്നും കൃത്യമായി നടന്നിരുന്നില്ല. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഗുരുനാഥൻ, അദ്ദേഹത്തെ ഓർക്കാതിരിക്കാൻ പറ്റില്ല ഈ സമയത്ത്. എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ ആ ഒരു നാമജപം അത്രയും ശക്തിയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അതിൻ്റെ ഒരു ഉള്ളിലേക്ക് അതിനുള്ള ഒരു പ്രചോദനം തന്ന് അതിനു വേണ്ടിയുള്ള ഞങ്ങൾ ശ്രമം നടത്തി. കുറച്ച് അമ്മമാരെ നമ്മൾ ഈ ചുറ്റുമുള്ള വീടുകളിൽ പോയിട്ട് അവരെ വിളിച്ച് നമ്മൾ ഇതിന് ഒരു ദിവസം പൂജക്കാർ എത്തിയിട്ടില്ലെങ്കിലും ശാന്തിക്ക് എത്തിയില്ലെങ്കിൽ നമ്മൾ ഒരു വിളക്ക് അവിടെ വെച്ചിട്ട് നമ്മൾ അവിടെ ഇരുന്ന് നാമം ജപിച്ചാൽ മതി. ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചാൽ അവിടേക്ക് വേണ്ടതെല്ലാം എത്തിച്ചേരും, ആരെയും നോക്കണ്ട എന്നെല്ലാം പറഞ്ഞ് മാഷ അങ്ങനെ പറഞ്ഞ് എല്ലാ മാസവും ഇവിടെ വന്ന് ക്ലാസ് എടുക്കും എല്ലാം ചെയ്തിരുന്നു. അന്ന് ഇതിലും കൂടുതൽ എന്താ വെച്ചാൽ ആൾക്കാർ നമ്മുടെ കുട്ടികളായിരുന്നു, ഒരു +2 ഡിഗ്രി എല്ലാം പഠിക്കുന്ന കുട്ടികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അമ്മമാരെക്കാൾ. അപ്പൊ അവര് നിത്യേന ഇതുപോലെ വന്ന് നാമം ജപിക്കാൻ, അന്ന് ഞാൻ അതിന് മുന്നിൽ നിന്നുകൊണ്ട് ഇതെല്ലാം മാഷ് പറയുന്ന ഗുരുനാഥനല്ലേ നമുക്ക് പറഞ്ഞു തരുന്നത്, അതിനെന്തെങ്കിലും ഒരു കാതൽ അതിലുണ്ടായിരിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തില് നമ്മൾ അതിന് തയ്യാറായി ഇറങ്ങി. അങ്ങനെ 2008 അതിന്റെ തുടക്കം കുറിച്ചു. നമുക്ക് അതിന് അടുത്ത് തന്നെ നമുക്ക് അതിനുള്ള ശാന്തിക്കാരനെ, നമുക്ക് സജിത് തിരുമേനി പറഞ്ഞിട്ടുള്ള ഒരു ശാന്തിക്കാരൻ, നല്ലൊരു പൂജായി എല്ലാം ഭഗവാന് വേണ്ട നല്ല ഒരു കളപഞ്ചാർത്തലും കാര്യങ്ങളും ഭഗവാനെ വന്ന് തൊഴുകുമ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു വിഷം. അന്നൊക്കെ 4 മണിക്ക് തന്നെ വന്നിട്ട് പ്രത്യേക വിശേഷ ദിവസങ്ങളിലെല്ലാം 30 വ്യാഴാഴ്ചകളും എല്ലാം അങ്ങനെ ചെയ്തിരുന്നതാണ്. അപ്പൊ അന്ന് തൊട്ടിട്ട് നമുക്ക് എല്ലാം ഇവിടെ ഉയർച്ച തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇനി നമുക്ക് മാഷയുടെ ആ ഒരു അനുഭവം നമ്മുടെ ഡ്രിൽ മാഷ പറയും, കിഴക്കിയിലെ ബാലകൃഷ്ണൻ മാസ്റ്ററുടെ ആ ഒരു വലിയ അനുഗ്രഹം, മാതാപിതാ ഗുരു എന്നാണ് പറയുന്നത്. അപ്പൊ അവരുടെ എല്ലാം അനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ സ്ഥിതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അന്ന് തൊട്ടിതുപോലെ നമ്മൾ എല്ലാ മാസവും നാരായണീയ പാരായണം 30 വ്യാഴാഴ്ച, അതുപോലെ തന്നെ
നമ്മളൊരു ഇപ്പൊ പ്രതിഷ്ഠാദിനം കഴിഞ്ഞതിന് ശേഷമാണ് നാരായണീയ പാരായണത്തിലേക്ക് കടന്നത്. 2008 ശേഷം 2012 തൊട്ടിട്ട് എല്ലാ 30 വ്യാഴാഴ്ചയും നാരായണീയ പാരായണവും അതുപോലെ എല്ലാ മാസവും അഖണ്ഡ നാമജപവും നടത്തി വരുന്നുണ്ട്. അതുപോലെ വിഷ്ണു സഹസ്രനാമ അർച്ചന എല്ലാ 30 വ്യാഴാഴ്ചയും വിഷ്ണു സഹസ്രനാമ അർച്ചന ചെയ്യുന്നുണ്ട്. എല്ലാം മുടങ്ങാതെ വരുന്നുണ്ട്. എന്തായാലും നാമജപത്തിന്റെ ശക്തി തന്നെയാണ് നമുക്ക് ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ ഉയർച്ച എന്നാണ് ഞങ്ങൾ മാതൃസമിതിക്ക് കൂടുതൽ പറയാനുള്ളത്. അത് അറിഞ്ഞ് നമുക്ക് അനുഭവമാണ്. അതുപോലെ തന്നെ ആ കുട്ടികളെല്ലാവരും അതുപോലെ നല്ല നിലയിൽ തന്നെ അവര് വിവാഹം കഴിഞ്ഞ് പോയിട്ടുണ്ട്. അതിനു മുന്നേ ഇവിടെ പൂജകളും എല്ലാം കൃത്യമായി നടക്കാത്തതിന് മുന്നേ വന്നിട്ട് ഇവിടെ 4 പേരും എല്ലാവർക്കും ഒരു അശാന്തിയാണ് അനുഭവപ്പെട്ടിരുന്നത്. അത് എനിക്ക് അനുഭവമാണ്, ഇവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ശേഷം അപ്പൊ ഈ ഭഗവാന്റെ ആ ശക്തി അത്രയ്ക്കുണ്ട് എന്നുള്ളത് ഭഗവാനെ വേണ്ട വിധത്തിൽ സേവിച്ചാൽ നമുക്കത് ഉണ്ടാവും എന്നാണ് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. പിന്നെ എന്താ പറയാന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് മാസവും ഇവിടെ പൂജകൾ കൃത്യമായി നടന്നു വരുന്നുണ്ട്. മലയാള മാസം 1-ാം തീയതി മഹാഗണപതി ഹോമം നടന്നു വരുന്നു. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് 30 വ്യാഴാഴ്ച നിവേദ്യങ്ങൾ, അന്ന് നിറയെ ഭഗവാന് നിവേദ്യങ്ങൾ ഉണ്ടാവും. 10, 30, 35 വരേക്കും ഇപ്പോഴും അത് നടന്നു വരുന്നുണ്ട്. അതിന് ഭഗവാന്റെ ഒരു വലിയ 30 വ്യാഴം പ്രാധാന്യമുള്ളതാവുകൊണ്ട് എല്ലാവരും അതിന് സന്നദ്ധരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അത് തുടർന്ന് വരുന്നതാണ്. പിന്നെ 30 വ്യാഴാഴ്ച ഞങ്ങൾ ഇതുപോലെ നാരായണീയ പാരായണം അത് നടക്കുന്നുണ്ട്. എന്തായാലും അത് മുടങ്ങാതെ നടന്നു വരുന്നു. പിന്നെ വൈകിട്ട് അതുപോലെ വിഷ്ണു സഹസ്രനാമ അർച്ചന നടത്തി വരുന്നുണ്ട്. പിന്നെ എല്ലാ തിരുവോണം നാൾക്കും നമ്മൾ ഇവിടെ അഖണ്ഡനാമജപവും അതുപോലെ വാരം ഊട്ട് നടത്തുന്നു. അത് ഊട്ടില്ലെങ്കിലും ഭഗവാന് അത് വഴിപാടായിട്ട് ഭക്തര് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രഹ്മരക്ഷസിനാണ് ഭഗവാൻ ഇവിടെ ബ്രഹ്മരക്ഷസ് അവർക്ക് അത് എല്ലാ നിവേദ്യങ്ങളും വെച്ച് അന്നത്തെ ഒരു പൂജ സമർപ്പിക്കുന്നു. അത് ഭക്തരും ബ്രഹ്മരക്ഷസിന് വന്നിട്ട് നിവേദ്യങ്ങള് സമർപ്പിക്കുക ഷീട്ടാക്കി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒന്നും. പിന്നെ എണമാലയാണ് അത് പ്രത്യേകം ഭഗവാൻ എന്താ വെച്ചാൽ വിവാഹം കഴിയാത്തവർക്ക് അതിനുള്ള എന്തായാലും നമുക്ക് ഇപ്പോഴും എനിക്കൊരു അനുഭവം ഉണ്ട്. എൻ്റെ ഏട്ടൻ്റെ മകന് ഒരു 6-7 മാസമായിട്ട് അത് തുടർന്ന് ചെയ്തു വരികയാണ്. 33 വയസ്സായി. അപ്പോൾ ഒരു 5-6 വർഷമായി കല്യാണത്തിന്റെ ആലോചനകളായിട്ട് 27 വയസ്സിൽ തന്നെ തുടങ്ങിയതാണ്. അപ്പൊ അത് എന്താ വെച്ചാൽ പല സ്ഥലങ്ങളിലും ചെയ്ത് ഓരോ പൂജകളും വഴിയൊക്കെ നടത്തിയിരുന്നു. അപ്പോ പിന്നെ ലാസ്റ്റാണ് എനിക്ക് തോന്നിയത് അവനോട് ഇവിടെ ഒന്ന് ചെയ്യിക്കാന്ന്. അപ്പോ അങ്ങനെ തുടങ്ങി വെച്ചു. അവന്റെ ഇപ്പൊ വിവാഹത ഉറച്ച് ജാതകം അങ്ങനെ വാങ്ങലൊക്കെ കഴിഞ്ഞു. എന്തായാലും അത് വലിയൊരു നമുക്ക് അനുഭവമായിട്ട് സന്തോഷമായിട്ട് തോന്നുന്നുണ്ട്. ഭഗവാന്റെ അങ്ങനെ പലവർക്കും അവരവരുടെ അനുഭവങ്ങള്. എന്തായാലും വിവാഹം കഴിയാത്തവർക്ക് എന്തായാലും ഭഗവാൻ ലക്ഷ്മി സമേതനായ വിഷ്ണു ഭഗവാനാണ്. അതുകൊണ്ട് അത് നടക്കുന്നുണ്ട് എന്നുള്ളത് അത് നമ്മുടെ മനസ്സിൽ നിന്ന് അത് എത്രയുണ്ട് വിശ്വാസം ഭഗവാനോട് വരുന്നു അതിനനുസരിച്ച് അവർക്കുള്ള അതിനനുഭവം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സന്താന ഗോപാല മന്ത്രാർച്ചന ചെയ്താൽ സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് വർഷങ്ങളായിട്ട് അങ്ങനെ നടക്കാത്തവർക്കൊക്കെ അത് ഇവിടെ വന്നിട്ട് അതിനുള്ള പൂജകളും വഴിപാടുകളും ചെയ്താൽ അതിനുള്ള അനുഭവവും പലവർക്കും ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് അനുഭവത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ നടക്കുന്നു. പിന്നെ ആയില്യം പൂജയ്ക്കാണ് നമുക്ക് എന്താ വെച്ചാൽ എല്ലാ മാസവും ആയില്യത്തിന് നാഗങ്ങൾക്ക് നാഗപൂജ ചെയ്യുന്നുണ്ട്. അത് വർഷങ്ങളായി അത് തുടർന്നിട്ട് ഭംഗിയായി നടത്തി വരുന്നു. പിന്നെ നമുക്ക് അത് ആദ്യം മേടത്തിന് വിഷുവിന് നമുക്ക് ഇവിടെ കൈനേട്ടം കൊടുക്കല് എന്തായാലും അന്നത്തെ ദിവസം പൂർണ്ണമായി നല്ല വിളക്കുകളൊക്കെ തെളിയിച്ച് ഭംഗിയായി വിഷു കൈനേട്ടം എല്ലാവർക്കും വരുന്നവർക്ക് ഭക്തർക്കെല്ലാം അത് നമ്മുടെ തിരുമേനി തന്നെ കൊടുക്കാറുണ്ട്. പിന്നെ അടുത്ത് മേളം കഴിഞ്ഞ കർക്കിടകത്തില് രാമായണ പാരായണം അത് പൂർണ്ണമായിട്ട് സമ്പൂർണ്ണമായിട്ട് ഇവിടെ 30 ദിവസം 31 ദിവസം അത് കണ്ടിന്യൂ ആയി രാവിലെ പാരായണം ചെയ്യും. പിന്നെ അത് ഒരു മാസത്തിൽ ഒരു ദിവസം അത് സമ്പൂർണ്ണമായിട്ടുള്ള പാരായണം അത് വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ആയിട്ട് വരികയാണ്. അതെന്തായാലും അത് പൂർണ്ണമായി ഇങ്ങനെ എല്ലാം എന്താ വെച്ചാൽ നാമജപങ്ങളെല്ലാം ഇവിടെ നല്ല വഴിക്ക് തന്നെ എല്ലാവരുടെയും കൂട്ടായ്മ കൊണ്ട് അതെല്ലാം നടന്നു വരുന്നു. ഭഗവാനുള്ള ശക്തി ചൈതന്യം കൂടുന്നത് ഇവിടുത്തെ ഗ്രാമത്തിലുള്ള എല്ലാ ഗ്രാമവാസികളും അത് കൂട്ടമായി നാമജപവും കാര്യങ്ങളും നടത്തുന്നതിന്റെ ഒരു ഫലമായിട്ട് തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ അവസ്ഥയിൽ ഇപ്പോൾ നിലവിലുള്ള ഈ ക്ഷേത്രം
എന്ന് പറഞ്ഞാൽ അത് മുഴുവനായിട്ടില്ല. അത് മുഴുവനാക്കുക, ക്ഷേത്രത്തെ ഒരു പൂർണ്ണമാക്കുക എന്നുള്ള സങ്കല്പത്തിൽ അടുത്ത് തന്നെ ധ്വജപ്രതിഷ്ഠ, ആനക്കൊട്ടിൽ, പ്രദക്ഷിണ വഴി, ചുറ്റുമതിൽ, ക്ഷേത്രക്കുളം, ഭജനാമണ്ഡപം, തന്ത്രിമഠം, ഊട്ടുപുര ഇവയെല്ലാം ഇപ്പോൾ ഈ ക്ഷേത്രത്തിന് അത്യന്താപേക്ഷിതമായിട്ടുണ്ട്. ഒരു ക്ഷേത്ര പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവയെല്ലാം ആവശ്യമാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ഈ ക്ഷേത്രം പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ് ഒരു വ്യാഴവട്ടക്കാലം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ കമ്മിറ്റി ഒരു ദൈവപ്രശ്നം നടത്തുകയുണ്ടായി. ആ ദൈവപ്രശ്നത്തിൽ നമ്മൾ ഇനി ഫർദർ ഇനി ഭാവിയിൽ എങ്ങനെയാണ് ക്ഷേത്രത്തെ പൂർണ്ണതയിൽ എത്തിക്കുക എന്നുള്ളതിനെ പറ്റിയും ഇതുവരെ നടന്ന കാര്യങ്ങളിലും വല്ല മൂല്യച്യുതിയും വല്ലതും വന്നിട്ടുണ്ടോ എന്നുള്ള അറിവിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഉള്ള ആ ദേവഹിതപ്രകാരമാണ് അടുത്ത് ധ്വജപ്രതിഷ്ഠ ചെയ്യാനും എല്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മൾ വിചാരിച്ചിരിക്കുമ്പോൾ തന്നെ ആ ധ്വജപ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഇവിടെ അടുത്തുള്ള ഒരു ഭക്തൻ ധ്വജത്തിന് വേണ്ടിയിട്ടുള്ള തേക്കുമരം സമർപ്പിക്കുകയുണ്ടായി. ആ തേക്കുമരം അതിൻ്റെ മിനുക്ക് പണിയെല്ലാം കഴിഞ്ഞ് അതിന് തൈലത്തോണിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ 2027ലേക്കുള്ള ഒരു 2027ലേക്കുള്ള ഒരു പ്രൊജക്റ്റാണ് ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോണത്. ആനക്കൊട്ടിൽ, പ്രദക്ഷിണ വഴി, ചുറ്റുമതിൽ, ആറാട്ടുകുളം, ഭജനാമണ്ഡപം എന്നിവ നമ്മൾ ക്ഷേത്രത്തിലേക്ക് അത്യന്താപേക്ഷിതമായിട്ടുണ്ട്. അപ്പോൾ അത് നടത്താനുള്ള ഈ പ്രദേശവാസികളെ കൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രം ഇത്രയും പുരോഗമിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഈ പ്രദേശവാസികൾ ഇതിലേക്ക് അകമഴിഞ്ഞ് എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാ ഭക്തജനങ്ങളിൽ നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചുകൊണ്ടും ഭഗവാന്റെ ചൈതന്യം നമ്മളിൽ ഉണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു.